അപ്പൊ ചങ്കളെ, എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോ ഇവിടെ ഉള്ളതേ നമ്മളുടെ കിച്ചണിലാ. നമ്മളുടെ കിച്ചണിൽ മീൻ വേകുന്നുണ്ട്, ചോറ് വേകുന്നുണ്ട്, നൂൽപുട്ട് വേകുന്നുണ്ട്, എന്തെല്ലാം പരിപാടികളാണെന്നറിയോ? അപ്പൊ എന്താ സംഭവം എന്ന് പറയാം, നമ്മള് പറയും പെണ്ണുങ്ങൾക്കൊരു പണിയില്ല, പെണ്ണുങ്ങൾക്കൊരു പണിയില്ല. നേരം പോലത്തെ വാട്സപ്പ്, യൂട്യൂബ്, പിന്നെ ഫേസ്ബുക്ക് ഇതിൽ നോക്കിയിരിക്കുക ഓല പണി എന്നുള്ളത്. അപ്പോഴാണ് സംഭവം മുടി കിട്ടിയത്. ഞാനേ മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 10 ദിവസം ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ച് നിന്ന്. അപ്പോഴത്തേനും മക്കളെ സ്കൂളും കോളേജൊക്കെ തുറക്കാനായി. അപ്പൊ ഞാന് അങ്ങനെയാണ് മക്കളെ രണ്ടാളെയും കൂട്ടിന് പോകുന്നു. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ തൽക്കാലം പോരുന്നില്ല, കുറച്ച് ദിവസം നിങ്ങളാണ് പോയിക്കോളീന്ന് പറഞ്ഞു. ഞാൻ ഈ തക്കാരവും വിരുന്നൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്ത് കേട്ടി, എന്നാ എനിക്കൊന്ന് കാണാം, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനെന്ത് കേട്ടി അറിയാം, 2 മക്കളെയും കൂട്ടിന് പോകുന്നു ദുബായിക്കേ. അങ്ങനെ ദുബായിക്ക് ഇറങ്ങി. അപ്പൊ ഞാനെന്താന്നറിയോ, വലിയൊരു അംഗീകാരം കിട്ടിയിക്കല്ലേ, കിച്ചന്റെ എല്ലാ ഉത്തരവാദിത്വം ഞമ്മക്കല്ലേ. ഒരു അധികാരം കിട്ടിയ പവറിൽ ഞാൻ പോന്നു എന്നല്ല, ഇവിടെ എത്തിയേക്കിനെ പടച്ചോനെ പറ്റിച്ചു എന്ന് ആദ്യം തന്നെ വന്നു. പെണ്ണുങ്ങളില്ലാത്ത ഇവരെ പോരാൻ പറ്റൂല. അപ്പൊ എന്തെന്നറിയോ, വന്നു നോക്കുമ്പോ കുറച്ച് ദിവസമായിട്ട് റൂമൊക്കെ അടച്ചിട്ടിരിക്കല്ലേ. അപ്പൊ അതിലെ പൊടികളും ഒക്കെ തട്ടിക്കോട്ടും, മറ്റേ നമ്മളും വരുമ്പോഴത്തിന് അതൊക്കെ റെഡിയാക്കാരം. അങ്ങനെ എന്തിനു പറയണു, നമ്മള് പറയും പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ല, ഓലിക്ക് ഒരു പണിയില്ല, നമ്മള് നേരം വിളിക്കുമ്പോ ഡ്രസ്സ് മാറ്റി പോണു, എന്തൊക്കെയേ കഥകള്, നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നു, എന്നിട്ട് നമ്മൾ പിന്നെയും കടന്നുറങ്ങുന്നു, നേരം വിളിക്ക് നീച്ചു പോണു. അതല്ല മക്കളെ പണി. ഇവിടെ എന്തെല്ലാം പണിണ്ട് എന്നറിയോ? പെണ്ണുങ്ങളെ നമ്മൾ സമ്മതിക്കണം, പെണ്ണുങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്താണെന്നറിയോ, നേരം ഇപ്പൊ ഞാൻ പറഞ്ഞ 4:30 മണിക്ക് നീച്ചനാളാ. 4:30 മണിക്ക് നീച്ചാലേ പിന്നെ പണിയോട് പണിയാ. നേരം വെളുക്കുമ്പോ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, സ്കൂൾക്ക് പോണതിന്റെ മുമ്പ്, കോളേജിൽ പോണതിന്റെ മുമ്പ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് നമ്മളുടെ വയറ്റുപഴപ്പ് ഉണ്ടാക്കണം, നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ഉച്ചക്കുള്ള ചോറ്, അതുപോലെ തന്നെ വൈകുന്നേരത്തുള്ള പിന്നെ സ്നാക്സ്, അതുപോലെ തന്നെ വൈകുന്നേരത്ത് രാത്രിക്ക് എടുക്കുന്ന ഭക്ഷണം, ഇതൊക്കെ പ്രിപ്പയർ. അതിന്റെ അടിയിൽ എന്തെല്ലാം പണിണ്ടെന്നറിയോ? കിച്ചൺ ക്ലീൻ ആക്കണം, റൂമുകൾ ക്ലീൻ ആക്കണം, മറ്റുള്ള അടുക്കേര് തുടക്കല് നടക്കണം, ബാത്റൂം ക്ലീൻ ആക്കണം, പിന്നെ എന്താണ് അലക്കല് കാര്യങ്ങൾ, അയണിങ് കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ നമ്മൾ പറയും, അപ്പോഴും നമ്മൾ പറയും, അവർക്കൊരു പനി തലവേദന എന്ന് പറഞ്ഞാൽ പറയും, അതെന്താന്നറിയോ, അത് ഈ ഫേസ്ബുക്കും യൂട്യൂബും നോക്കിയിട്ടാണെന്ന് പറയും. അതൊന്നുമല്ല മക്കളെ കഥ. അതൊക്കെ ഈ പെണ്ണുങ്ങളുടെ എഫർട്ട് വല്ലാത്തൊരു സംഭവമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് പ്രവാസ ജീവിതം ഒരുപാട് കാലം ആയതുകൊണ്ടേ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞതൊരു വിഷയമല്ല. പക്ഷെ എന്താന്ന് പറയുക, ഇത് മാനേജ് ചെയ്തുകൊണ്ടാണ് വലിയ പണിയാണ്. അപ്പൊ ഈ പെണ്ണുങ്ങളെ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെറുതായി കാണരുത്. ഉമ്മമാര്, മദർ, ആ ഒരു വാക്കുണ്ടല്ലോ, അതിന് വല്ലാത്തൊരു നാമകരണം ഉണ്ട്. അപ്പൊ ഉമ്മമാർക്ക് എന്റെ എല്ലാവിധ പിന്നെ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കാരണം അവരൊക്കെ നേരം വെളുത്താൽ തുടങ്ങിയ, ഇപ്പോ 2-3 മക്കളൊക്കെ സ്കൂളിൽ പോകാണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവരൊക്കെ പ്രിപ്പയർ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ വെറുതെ പറയുന്നതല്ല കേട്ടോ, അതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചു പറയല്ല. ഒരു യൂട്യൂബ് കൈ കിട്ടി, ഒരു ഫേസ്ബുക്ക് കൈ കിട്ടി എന്തെങ്കിലും വിളിച്ചു പറയണല്ല. അതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ അനുഭവിക്കുമ്പോ അറിയാം. അപ്പൊ എല്ലാ ഉമ്മമാർക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പൊ ഇതൊക്കെ അനുഭവിച്ചറിയണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇന്നിപ്പോ ഇത് സംബന്ധിച്ച് ഭക്ഷണം ഉണ്ടാക്കൽ എന്ന് പറഞ്ഞൊരു വിഷയമല്ല, എല്ലാ കാര്യങ്ങളും അറിയണോണ്ടേ ഭക്ഷണം നമുക്ക് എപ്പോ ഏതും ഉണ്ടാക്കാം, ഏത് സമയത്തും ഉണ്ടാക്കാം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണല്ലോ. എന്റെ മക്കൾ പറയണേ, എന്നാ ഇനി ബാബനെ ഉണ്ടാക്കിയാൽ മതി ഭക്ഷണവും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, അത് വേണ്ട മക്കളെ, ഉമ്മ വരട്ടെ, ഉമ്മ വന്നിട്ട് കാര്യങ്ങൾ പോട്ടെ, ഞാൻ അതിന്റെ പിന്നാലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ എല്ലാ ഭർത്താക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യമാരൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്തിന്? അവരുടെ കിച്ചൺ വർക്കുകൾക്കും ഭക്ഷണം ഉണ്ടാക്കണതിലൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു കൈയും നല്ലതാണെന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. നമ്മളിന്ന് ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ബീഫ് കണ്ടോ, ഈ ബീഫുണ്ട്. എന്താണ് വെറൈറ്റി ബീഫ്. അപ്പോൾ
ഇന്നത്തെ സ്പെഷ്യലാണ് നെയ്ച്ചോറും ബീഫും. അതായത് ഭാര്യ പിന്നെ എനിക്ക് അവസരം തരാറുണ്ടായിരുന്നില്ല. ഇപ്പൊ അവള് അവസരം തന്നിട്ടുണ്ട്. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന കഴിച്ചൂടി എന്ന് പറഞ്ഞിട്ട്. അപ്പോ നമ്മളിന്ന് ബീഫ് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബീഫ് നെയ്ച്ചോറും അടിക്കാം. ഓക്കെ, അതിന്റെ കൂടെ സലാഡുകളുണ്ട്, അച്ചാറുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണമെങ്കിൽ നമ്മൾ സ്വന്തം നമ്മളുടെ ഇഷ്ടാനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പൊ അത്തരം ഫുഡുകളൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് സമയത്തിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ബീഫ് കറിയും നെയ്ച്ചോറും നല്ല വലിയ അരിന്റെ നെയ്ച്ചോറാണ്. അതുപോലെ തന്നെ അച്ചാറുണ്ട്, നല്ല മാങ്ങ അച്ചാറുണ്ട്, തൈരുണ്ട്, അതിന്റെ കൂടെ അമൃതായത് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഏതാ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന സപ്പോർട്ട് എപ്പോഴും വേണം. ഓക്കെ ഗൈസ്.